സൗദിയിലെ യാംബു ഫ്ലവർ ഫെസ്റ്റ് പുരോഗമിക്കുമ്പോൾ മലയാളി സാന്നിധ്യവും സജീവമാണ്. രാജ്യത്തെ ഏറ്റവും വലിയ പുഷ്പോത്സവത്തിലേക്ക് വിവിധ പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങൾ എത്തുന്നുണ്ട്. ഉത്സവാന്തരീക്ഷത്തിൽ വ്യത്യസ്തമായ വിനോദ പരിപാടികളോടെയാണ് ഫെസ്റ്റ്. പുഷ്പോത്സവം തുടങ്ങിയിട്ട് 2 ആഴ്ചയായി. നിരവധി മലയാളികൾ ഇതിനോടകം മേള സന്ദർശിച്ചു. യാംബുവിനെ കൂടാതെ മക്ക, മദീന, ജിദ്ദ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് മലയാളികൾ ഏറെയും എത്തിയത്. സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ പ്രത്യേക ബസ്സുകളും മേളയിലേക്ക് ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും ആളുകളെ ഈ ഫ്ലവർ ഷോയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി എല്ലാ ആഴ്ചകളിലും മക്കയിൽ നിന്ന് ബസ് മാർഗം ആളുകളെ എത്തിക്കാറുണ്ട്. ഈ വർഷം ഫസ്റ്റിലെ വെള്ളിയാഴ്ച നിലയ്ക്ക് 3 ബസ്സുകളിലാണ് KMCC ഇവിടെ ആളുകളെ എത്തിച്ചിട്ടുള്ളത്. വിവിധ വർണ്ണങ്ങളിലുള്ള പുഷ്പങ്ങൾ നിറഞ്ഞ കാഴ്ചകൾ മേളയുടെ പ്രധാന ആകർഷണമാണ്. ലോകോത്തര ബ്രാൻഡുകൾ ഉൾപ്പെടെ 35-ലധികം റെസ്റ്റോറന്റുകളും മേളയിലുണ്ട്. മക്കയിലെ പ്രവാസികളായ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ ഫ്ലവർ ഷോ കാണാൻ എത്താറുണ്ട്. ഈ പ്രാവശ്യം വളരെ നല്ല രൂപത്തിൽ തന്നെ ഇവിടെ നല്ല രൂപത്തിൽ ഈ ഫ്ലവർ ഷോ കാണാനും അതുപോലെ തന്നെ പുതുതായിട്ടുള്ള കുട്ടികളെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള ബട്ടർഫ്ലൈ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് പൂക്കളെയും അവയുടെ പരിപാലന രീതിയും പഠിപ്പിക്കുന്ന എഡ്യൂക്കേഷണൽ ഗാർഡനാണ് മേളയുടെ മറ്റൊരു ആകർഷണം. ഫിലിം ഷോ, സർക്കസ്, വെടിക്കെട്ട് തുടങ്ങി നിരവധി എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകളും ഇതോടൊപ്പമുണ്ട്. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് കാറുകളടക്കം നിരവധി സമ്മാനങ്ങളും പുഷ്പമേളയിൽ നൽകി വരുന്നു. നിയാസ് യൂസഫ്, മീഡിയ 1, യാംബു.